ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും എങ്ങനെയാണ് തക്കാളി ചട്നി ഉണ്ടാക്കാമെന്നാണ് കാണാൻ പോണത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടാവുമ്പോൾ ഒരു സബോള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇങ്ങനെ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ തക്കാളി നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ആ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി. കണ്ടോ, അപ്പോൾ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ആ മുളക് പൊടിയുടെയും ആ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതേ മുളക് പൊടിയുടെയും പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഒരു മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി ചട്നിയുടെ പരിപാടി. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ടുള്ള ചട്നി കാണാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.